ചേച്ചി, നന്ദന ശിവരാമൻ ചേട്ടന്റെ മോളാന്ന കാര്യത്തിൽ ഉറപ്പാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ കാണുമ്പോ ശിവരാമേട്ടന്റെ കൂടെ അവളും ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? സുമിത്രയ്ക്ക് അറിയാവുന്നതല്ലേ ഇതൊക്കെ പറയാൻ പറ്റൂ സാറേ. അത് ശരി. പ്രാഥമിക അന്വേഷണം നമുക്കിവിടെ നിർത്താം, അല്ലേ രഘുനാഥ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ സഹോദരി. ശേഖരൻ നായരെ, അമ്മാവോ വാ. എന്നാ പിന്നെ ചേച്ചി ഞാൻ ഇവരുടെ കൂടെ റോഡ് വരെ ഒന്ന് പോയിട്ട് വരാം. നിക്കടാ അവിടെ. എടാ അവിടെ നിക്കാൻ. വീട്ടിൽ ആര് വന്ന് കയറിയാലും നീ എന്തിനാ ഉടക്കാൻ നിക്കുന്നേ? അതെ, എനിക്ക് തലയ്ക്ക് അസുഖമൊന്നുമില്ല. കാണുന്നവരോടെല്ലാം ഉടക്കാൻ. വന്നതാരാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഉടക്കിയത്. ഇത് അവള് പറഞ്ഞയച്ചതാ, നന്ദന. എന്തിന്? നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. ആ തടിയൻ വർമ്മയുടെ നോട്ടം കണ്ടില്ലേ? ഭൂലോക കള്ളനാ. നമ്മുടെ അവസ്ഥ അറിഞ്ഞിട്ട് നന്ദന എന്ത് ചെയ്യാനാ? ആർക്കറിയാം, അവൾ അതിലും വലിയ കള്ളിയല്ലേ. എനിക്ക് തോന്നുന്നില്ല അവള് പറഞ്ഞിട്ട് അവര് വന്നതെന്ന്. മറ്റവനും ഇവിടെ വന്നിരുന്നല്ലോ, ഹരിപ്രസാദ്. അവൻ ചെന്ന് കൃത്യമായ റിപ്പോർട്ട് നന്ദനയ്ക്ക് കൊടുത്തു കാണും. എങ്കിലത് ശരിയാണെന്ന് ഉറപ്പിക്കാനേ അവൾ ആളെ വിട്ടതാ. ഹരിപ്രസാദിന് ഇപ്പോഴും നന്ദനെ വിശ്വാസമായിരിക്കും. അവൾ ആ വിശ്വാസം മുതലെടുത്ത് അവനെ പറ്റിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. എന്താടാ? അച്ഛൻ കൊടുത്ത 40 സെന്റ് സ്ഥലം നന്ദനയുടെ പേര് കിടക്കുമല്ലേ? ആ വസ്തുവിന്റെ കാര്യത്തിൽ അവൾ എന്തോ തീരുമാനം എടുത്തു കാണും. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അറിഞ്ഞിട്ടേ അത് വിൽക്കാനോ മറ്റോ പ്ലാനോ ഇടുന്നുണ്ട്. അതിന്റെ ഭാഗം ഈ അന്വേഷണങ്ങളൊക്കെ. അത് പഴയ കഥകളാണല്ലോ, ഇതൊന്നുമല്ല. അങ്ങനെ വല്ല പരിപാടിയെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. അവൾ ആ സ്ഥലം വിറ്റോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛന്റെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. അന്നേരം അമ്മ എന്റെ കൂടെ നിൽക്കണം. അല്ലെങ്കിലോ അപ്പോ എല്ലാ സഹായ സഹകരണങ്ങൾക്കും നന്ദി. ഞങ്ങൾ ഇനിയും വരും, കാണണം. എന്റെ അച്ചോട്ടന്റെ നമ്പർ തന്നിട്ടുണ്ടല്ലോ, ഒന്ന് വിളിച്ചാ മതി. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. രാത്രി നേരത്ത് യാത്ര പറച്ചിലില്ല. ശരി ശരി. അച്യുതക്കുറുപ്പേ ആയിക്കോട്ടെ. ശേഖരൻ നായരെ അങ്ങനെ ആവട്ടെ. വണ്ടി എടുക്കടാ സുജിത്തെ. ചെറിയ പുള്ളികളല്ല. എന്തു ആയിക്കോട്ടെ, നന്ദനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയാ മതിയായിരുന്നു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്താ? വണ്ടി ഇവിടെ നിർത്ത്. എന്താ പ്രതാപേട്ട? എന്താ? നീയേ വണ്ടി തിരികെ. എങ്ങോട്ട്? സുമിത്രയുടെ വീട്ടിലേക്ക്. ഒന്നുകൂടി പോണം അങ്ങോട്ട്. പ്രതാപേട്ടൻ അവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? മറന്നില്ല, പുതിയൊരു കാര്യം ഓർത്തു, പറയാം. സുജിത്തെ, നീ വണ്ടി എടുക്കടാ.
വടക്കുന്നാഥാ. ആ. ആ. ഞങ്ങളെ വീണ്ടും പരിചയപ്പെടുത്തണ്ടല്ലോ. നിങ്ങൾ തിരിച്ചു പോയില്ലേ? പോയി. തിരിച്ചു പോകാൻ തുടങ്ങിയിട്ട് തിരിച്ചു വന്നു. എന്റെ പ്രതിഭേ രഘുനാഥ, കേറി വാടാ. എന്താ നിനക്കൊരു നാണം? നിന്റെ സ്വന്തം ചേച്ചിയല്ലേ ഇത്? ചേച്ചി. ആ, ഞാനേ ശേഖരൻ നായരെയും കാർന്നവരെയും വഴിയിൽ അങ്ങോട്ട് ഉപേക്ഷിച്ചു. അപ്പൊ തോന്നി ഇവിടം വരെ ഒന്നുകൂടി വരേണ്ട ഒരു കാര്യമുണ്ടെന്ന്. സഹോദരി ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയല്ലേ? അത് ചോദിക്കാനാണോ പിന്നെയും വന്നത്? അതേന്ന് വിചാരിക്കേ. വാടക വീടാണ് ഇതെന്ന് പറ. അതെ. സിസ്റ്റർക്ക് അതിന്റെ അഹങ്കാരം ഒന്നുമില്ല. അതാണ് തറവാടിത്തം അല്ലേ പ്രതിഭേ? എന്നിങ്ങനെ വാടക വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? സ്വന്തമായിട്ടൊരു കിടപ്പാടം വേണ്ടേ? അതെ, ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. അത് മതി. അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷേ സൗകര്യം പോലെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം വേണമല്ലോ. നിങ്ങളെ വന്ന കാര്യം പറയേ. ഇന്ന് രാവിലെ ഞാൻ എന്റെ അളിയൻ ഈ നിൽക്കുന്ന രഘുനാഥനോട് ഒരു ഉദാഹരണം പറഞ്ഞു. പൊതുശത്രുവിനെ നേരിടാൻ ചെറു ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന്. പൊതുശത്രു ആരാണെന്ന് സഹോദരിക്ക് പിടികിട്ടി കാണുമല്ലോ. നന്ദന. ഞങ്ങളുടെ മാത്രമല്ല, സഹോദരിയുടെയും കണ്ണിലെ കരടാണ് അവളെന്നുള്ളതേ അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട കാര്യ. ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നന്ദനെ കൊണ്ട് ഉപദ്രവമുണ്ടായത് സഹോദരിക്കായിരിക്കും. മിടുക്കിയായി വളർത്തി വലുതാക്കിയിട്ട് ഇന്ന് തിരിഞ്ഞു നോക്കാത്തവളല്ലേ? മനസ്സ് നൊന്ത് ശപിക്കാൻ ചേച്ചിക്ക് തോന്നിക്കാണും. ശപിച്ചും കാണും. ആ ശാപം സഹോദരിയുടെ മേൽ തിരിച്ചടിച്ചിട്ടുണ്ടാവും. അതാണ് നന്ദനയുടെ ജാതകത്തിന്റെ പവർ. ഇന്ന് ഈ പാവം ഇങ്ങനെ വാടക വീട്ടിൽ കഴിയുന്നത് നന്ദനയുടെ ശാപം കൊണ്ടല്ലെന്ന് പ്രതിഭയ്ക്ക് പറയാൻ കഴിയുമോ? രഘുനാഥന് പറയാൻ കഴിയുമോ? പോട്ടെ, സഹോദരിക്ക് പറയാൻ പറ്റുമോ? ഇതൊന്നും ബാധിക്കാതെ നന്ദന സസുഖം വാഴുന്നു. ഭർത്താവേ അവളുടെ പരിധിയില, അമ്മായിയമ്മയും അവളുടെ പരിധിയില, ആ കുടുംബത്തിന്റെ ബിസിനസ്സുകള് അവളുടെ കൺട്രോളില. അവളാണെങ്കിലോ പഴയ കാമുകനെ വീണ്ടും വിളിച്ചു വരുത്തി തന്നിഷ്ടം പോലെയാ ജീവിക്കുന്നത്. സുന്ദരിമാരായ നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്കതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സഹോദരിക്ക് അറിയാമായിരിക്കുമല്ലോ ഹരിപ്രസാദിനെ. ചേച്ചിയോട് സംസാരിക്കാനുള്ള കാര്യം പറ പ്രതാപേട്ട. പറയാം. നമ്മൾ തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരി. അങ്ങനൊരു റിലേഷൻ അപൂർവങ്ങളിൽ അപൂർവല്ലേ? എന്ത് ബന്ധത്തിന്റെ കാര്യ? നിങ്ങളുടെ ഭർത്താവായ ശിവരാമന് എന്റെ ഭാര്യയായ വിദ്യാഭാരതിയിൽ ഒരു കുഞ്ഞുണ്ടായില്ലേ? ആ കാര്യത്തിൽ നമ്മൾ തുല്യ ദുഃഖിതരല്ലേ? ചെറിയ കാര്യമാണ്. ആ കുട്ടിയാണ് നന്ദന എന്നാണ് കഥ. നോട്ട് ദ പോയിന്റ്. കഥ അതൊരു കഥയായിരുന്നു എന്ന് സ്ഥാപിക്കണം നമ്മൾ. വിദ്യാഭാരതി പ്രസവിച്ച ശിവരാമന്റെ മോളല്ല ഇവിടെ വളർന്ന നന്ദന. ഉദയന്നൂരിലേക്ക് പോയ നന്ദന, കുന്നത്തൂരിലേക്ക് കെട്ടിച്ചു വിട്ട നന്ദന. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? കുഞ്ഞായിരുന്ന നന്ദനയും കൊണ്ടാ ശിവരാമേട്ടൻ എന്റെ അടുത്തേക്ക് വന്നത്. അത് വിദ്യാഭാരതിയുടെ കുഞ്ഞല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശിവരാമന് മറ്റെവിടെന്നോ കിട്ടിയ കുട്ടി, അല്ലെങ്കിൽ ശിവരാമന് വേറെ ഏതോ പെണ്ണിലുണ്ടായ ഒരു കൊച്ച്. എന്താ അങ്ങനെ സംഭവിക്കാൻ പാടില്ലേ? ശിവരാമേട്ടൻ അങ്ങനെ മറ്റൊരു കുട്ടി ഇല്ല. ഇല്ല, അത് നമുക്കറിയാം. പക്ഷേ ലോകമറിയേണ്ടത് നന്ദന വിദ്യാഭാരതിയുടെ മോളല്ല എന്നതാണ്. ഉദയന്നൂർ കോവിലകവുമായി അവൾക്ക് യാതൊരു രക്തബന്ധവുമില്ലെന്നാണ്. ചേച്ചി ചിന്തിക്കുന്നത് എന്തിനാണ് ഈ വളഞ്ഞ വഴി ചുറ്റുന്നല്ലേ? അതല്ലേ പ്രതിഭ ഞാൻ പറയാൻ പോകുന്നത്. സഹോദരി, ഉദയന്നൂരെ ഒരു വിൽപ്പത്ര പ്രകാരം ഭാരിച്ച സ്വത്തുക്കൾ
നന്ദനയുടെ പേരിൽ വരാൻ പോകുകയാ. കോടികൾ മതിക്കും. അത് നന്ദനയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പായി. നമ്മളെ എല്ലാവരെയും ഇത്രയും വട്ടം ചുറ്റിച്ചവളല്ലേ നന്ദന. ചേച്ചിയുടെ ജീവിതം ഇത്ര അലമ്പാക്കിയതും അവള് തന്നെയല്ലേ? സംശയം എന്താ? അങ്ങനെയുള്ള നന്ദനയ്ക്ക് ഇത്രയും സ്വത്ത് കിട്ടണോ? അവൾക്കൊരു പണി കൊടുക്കണ്ടേ? തീർച്ചയായും ചേച്ചിക്ക് ഗുണം കിട്ടുന്ന കാര്യം ഈ പറയുന്നത്. നന്ദനയ്ക്ക് കിട്ടാതിരുന്ന ആ സ്വത്തിന്റെ ഒരു പങ്ക് ചേച്ചിയുടെ കയ്യിലേക്ക് വന്നു ചേരും. ദേ ഞങ്ങള് ഗ്യാരണ്ടി. ശിവരാമൻ കൊണ്ടുവന്ന നന്ദന വിദ്യാഭാരതിയുടെ മകളല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാത്രം നടത്തിയാൽ മതി സഹോദരി. അതിനർഹതയുള്ള ഒരേ ഒരാൾ ഇന്ന് സഹോദരിയാണ്. പാവം ശിവരാമൻ മരിച്ചു. കുഞ്ഞുനാളിലെ കാര്യം നന്ദന എങ്ങനെ ഓർക്കാൻ? വളർത്തിയത് നിങ്ങളും. അപ്പോ സഹോദരി പറയുന്നത് വിശ്വസിക്കാതെ വേറെ വഴിയില്ല കോടതിക്ക്. അപ്പോ മറ്റൊരു ചോദ്യം വരില്ലേ, ശരിക്കുള്ള നന്ദന എവിടെയാണ്? യു ആർ കറക്റ്റ്. കേട്ടില്ലേ പ്രതിഭേ? ദേ കൂർമ്മ ബുദ്ധിയെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശരിക്കുള്ള നന്ദന എവിടെയെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതേസമയം വളരെ അപ്രസക്തവുമാണ്. കാരണം അത് നമ്മുടെ തലവേദനയല്ല. ആർക്കാ വേണ്ടെന്ന് വെച്ചാൽ കണ്ടുപിടിക്കട്ടെ എന്ന്. വേണ്ടി വന്നാൽ നമുക്ക് അങ്ങനെ ഒരു നന്ദനയെ കളത്തിലിറക്കാം. വേണ്ടി വരും. ഇപ്പോഴത്തെ നന്ദന ആ പാർട്ടിയുടെ പുറകെ നടക്കട്ടെ. ആ സമയം കൊണ്ട് അണിയറയിൽ നമ്മള് നമ്മുടെ പണി നടത്തിയിരിക്കും. ചേച്ചി ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പറയണോ പ്രതിഭേ? ഊഹിക്കരുതോ? സമ്മതമാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. ദേ, അന്തിത്തിരി വെച്ച സമയത്ത് വന്നു കയറിയ മഹാലക്ഷ്മിയാ. കോടികളുടെ വകയാ. ദേ അതീന്നൊരു ഓഹരി എന്ന് പറഞ്ഞാലേ ഒട്ടും മോശാവില്ല. എന്നും ഈ വാടക വീട്ടിൽ അന്തി ഉറങ്ങിയാൽ മതിയോ? നഷ്ടപ്പെട്ട തറവാട് വീട് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? ശിവരാമന്റെ ആത്മാവ് അത് കണ്ട് ആനന്ദ തുന്തിലമാകും. മൂപ്പര പേരിന് യാതൊരു ദോഷവും വരുന്നു വിചാരിക്കണ്ട. നമ്മളെ നിർദോഷമായൊരു കള്ളം പറയുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് അഭിപ്രായം പറയേണ്ട ഒരു കാര്യമല്ല. എനിക്ക് ആലോചിച്ചേ പറ്റൂ. ആലോചിച്ചോളൂ. പക്ഷേ സിസ്റ്റർ അധികം സമയം എടുക്കരുതെന്നേ ഉള്ളൂ. എന്നാ നമുക്ക് വീണ്ടും പോയാലോ പ്രതിഭേ? ആ സഹോദരിക്ക് വേണ്ടി പ്രധാന തലക്കെട്ടുകൾ ഒന്നുകൂടി പറയാം. നന്ദന നമ്മുടെ പൊതുശത്രുവാണ്. കോലോത്ത വൻ തുകയുടെ ഷെയർ അവൾക്ക് കിട്ടാൻ പാടില്ല. അതിനുവേണ്ടി നന്ദന വിദ്യാഭാരതിയുടെ മോളല്ലെന്ന് സഹോദരി ശക്തിയുക്തം പറയണം. ആൻഡ് ഫൈനലി ഈ കൈകളിൽ വന്നു ചേരാൻ പോകുന്നത് കുറെ പണമല്ല, പുതിയൊരു ജീവിതമാണ്. ജീവിതം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സിസ്റ്റർ ആലോചിക്കാൻ. ഇനിയപ്പോ നമുക്ക് ശരിക്കും അങ്ങോട്ട് ഇറങ്ങിയാലോ പ്രതിഭേ? വടക്കുന്നാഥാ. നമുക്കറിയാം. എന്നാ ശരി ചേച്ചി. സിക്കേ, ഞാൻ ഡ്രൈവിംഗിലായിരുന്നു.
അതാ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. ഇല്ലില്ല, ഒരാഴ്ചത്തെ നാടാ ക്യാമ്പ് കഴിഞ്ഞു വരിക. ചരൽക്കുന്നിൽ വെച്ചായിരുന്നു ക്യാമ്പ്. അതെ, നാടകത്തെക്കുറിച്ച് സമഗ്രമായൊരു പഠന ശിബിരം. അതാണ് ഒരാഴ്ച എടുത്തത്. ക്യാമ്പ് ഡയറക്ടർ ഞാനായിരുന്നു. ബാലട്ടൻ വന്നു. ഒരു ഈവനിംഗ് രഞ്ജേട്ടന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇല്ല, ശ്യാമിന് വരാൻ പറ്റിയില്ല. അതെയോ? ഞാനുണ്ടാവും, ഷുവർ. ഞാൻ വീട്ടിലേക്ക് വന്നൊന്ന് കയറിയതേ ഉള്ളൂ. വിളിക്കാസിക്കേ. ശരി. ഒരാഴ്ചയായിട്ട് എന്തെങ്കിലും തീരുമാനം പറയാറായോ? അതോ അമ്മയോട് പറയൂന്നുള്ള വാശിയാണോ? ഞാൻ നാടക ക്യാമ്പിലായിരുന്ന സമയത്ത് നന്ദൻ 2-3 തവണ എന്നെ വിളിച്ചതെന്തിനാ? അന്നേരം ഫോൺ എടുത്തില്ലല്ലോ, പിന്നെന്താ? നല്ല തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. പിന്നെ എമർജൻസി ആയ എന്തെങ്കിലും വിവരമാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്തോ പറയാൻ വേണ്ടിയായിരുന്നു, ഇപ്പൊ മറന്നുപോയി. ക്യാമ്പിന് പോകുന്ന വഴിക്ക് ഞാൻ ഒരാൾ മീറ്റ് ചെയ്തിരുന്നു. അറിഞ്ഞു കാണും, യാദൃച്ഛികമായി കണ്ടതാ. മിസ്റ്റർ ഹരിപ്രസാദിനെ. എന്താ പറഞ്ഞില്ലേ? ഇല്ല. ആരുടെയും ദൗത്യം ഏറ്റെടുത്ത് എന്റെ പിന്നാലെ കൂടണ്ടെന്ന് വാൺ ചെയ്തിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടോ അയാളെ? നന്ദനയ്ക്ക് എന്നോട് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ നേരിട്ടാവാം. ഇത്തരം കാര്യങ്ങളിൽ ട്രാൻസ്പെറന്റ് ആവുന്നതാ എനിക്കിഷ്ടം. ആ ട്രാൻസ്പെറൻസി എനിക്കൂടെ ബോധ്യപ്പെടണ്ടേ? ഇങ്ങോട്ടും ഇതാവാം. ഓഫീസിൽ നന്ദനെ കാണാൻ വരുന്ന ചിലരെ കുറിച്ചും താൻ അങ്ങോട്ട് പോയി സന്ദർശനം നടത്തുന്നതിനെ കുറിച്ചും തേർഡ് പാർട്ടി പറഞ്ഞ ഞാൻ അറിയുന്നു. തെളിവായി ഫോട്ടോ വരെ കാണേണ്ടി വന്നു. എന്നിട്ട് എന്നെ പിന്തുടർന്നവരെയും ഫോട്ടോ എടുത്തവരെയും വിലക്കോ? ഇനി അത്തരം ദൗത്യങ്ങളൊന്നും ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞു. യെസ്, പറഞ്ഞു. അതെന്റെ മര്യാദ. ഈ വിഷയത്തെ ചൊല്ലിയുടെ സംസാരം തുടരണ്ട. Leave it. അമ്മ പറഞ്ഞ സമയപരിധിയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരിക. പുതുതായി എന്തെങ്കിലും തനിക്ക് പറയാനുണ്ടോ? എനിക്ക് പറയാനല്ല, അറിയാനാണുള്ളത്. എന്റെ ചോദ്യത്തിന് ഇനിയും വ്യക്തമായൊരുത്തരം കിട്ടിയിട്ടില്ല. ഏതാണ് ആ നാടക നടി? ആരാണ് ആ കുട്ടി? അതാണോ? ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അന്തരീക്ഷത്തിൽ അലയുന്ന ഉത്തരം കിട്ടാത്ത ചോദ്യം. ആ സ്ത്രീ എന്റെ അടുത്ത് വന്ന ദിവസം തന്നെ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞതാ. പിന്നീട് അത് മാറ്റി പറയുകയും ചെയ്തു. ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം. അതേ ചോദ്യം ആവർത്തിക്കപ്പെടുകയും ടോൺ മാറുകയും ചെയ്താൽ ഉത്തരത്തിന് മാറ്റം വരും. അതെങ്ങനെയെന്ന് മനസ്സിലായില്ല.
ഏതൊക്കെ തരത്തിൽ മാറ്റിയും മറിച്ചും ചോദിച്ചാലും സത്യം ഒന്നല്ലേ ഉണ്ടാവൂ. ഒരാൾ എന്റെ പേര് ചോദിക്കുന്നു. ഏതൊക്കെ ടോണിൽ എത്ര തവണ ചോദിച്ചാലും എന്റെ പേര് നന്ദന തന്നെയല്ലേ? ആണോ? സ്കൂൾ രജിസ്റ്ററിൽ താൻ നന്ദന PS ആയിരുന്നു. മാരേജ് രജിസ്റ്ററിൽ നന്ദന ശിവരാമൻ എന്നാണ്. പാൻ കാർഡിൽ നന്ദന ശിവരാമൻ നായർ. ബിസിനസ് ഫയലുകളിൽ നന്ദന ഉദയവർമ്മ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചിലപ്പോ നന്ദന ഉദയൻ എന്ന് ഒപ്പിടാറുണ്ട്. പേരിന്റെ രൂപാന്തരങ്ങളാണ് ഇതെല്ലാം. ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ പേരിൽ മാറ്റം വരുത്തുന്ന പോലെ ബന്ധങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റൂ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ബന്ധത്തിന്റെ കാര്യത്തിലാണ് മാറ്റമില്ലാത്ത ആൻസർ വേണ്ടത്? ഗായത്രിയുമായി ഭാര്യ ഭർത്തൃബന്ധം ഇല്ലെന്ന് പറയുന്നു. അതേസമയം ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ കൂട്ടാക്കുന്നില്ല. ഒരു കുട്ടിയുണ്ടെങ്കിൽ പിന്നെ ഭാര്യയായി മറ്റൊരാൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അർത്ഥം എന്താ? ഏതായാലും ആ കുട്ടിയെ പ്രസവിച്ചൊരാളുണ്ടാവുമല്ലോ. അത് ഗായത്രി അല്ലെങ്കിൽ മറ്റൊരാൾ. എന്താ, ശരിയല്ലേ?